പിന്നാക്കമാണെന്ന് കരുതി പിന്നാട്ടാക്കാമെന്ന് ഇനിയും നിങ്ങൾ വ്യാമോഹിക്കേണ്ട. പാവപ്പെട്ടവനാണെന്ന് കരുതി പാവ കളിപ്പിക്കാമെന്ന് ഇനിയും നിങ്ങൾ വ്യാമോഹിക്കേണ്ട. ഈ ജനത തിരിച്ചറിഞ്ഞു, രാഷ്ട്രീയത്തിന്റെ അന്ധത വെടിഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ അടിമത്തം വെടിഞ്ഞ്, രാഷ്ട്രീയ പാർട്ടികളുടെ പല കളങ്ങളിൽ നമ്മളെ ഇങ്ങനെ നീക്കിയിരുത്തിക്കൊണ്ട് നമുക്ക് അർഹമായ ഭരണഘടന നൽകുന്ന നീതിയും ന്യായവും കവർന്നെടുത്തുകൊണ്ട് ഒരു ജനതയ്ക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ ന്യൂനപക്ഷമായ മുന്നോക്ക വിഭാഗത്തിന് ബഹുഭൂരിപക്ഷം വരുന്ന ഈ പിന്നാക്ക വിഭാഗത്തിന്റെ അവസരങ്ങളും സാധ്യതകളും ഒക്കെ പകുത്തു വെച്ചു കൊടുത്തുകൊണ്ട് മുന്നാക്ക വിഭാഗത്തെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള തെറ്റിദ്ധാരണകൾ കാറ്റിൽ പറത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ദിവസമായി ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മൾ ഈ സമരം നടത്തുക. അതുകൊണ്ട് ഇനി നമ്മൾ മുന്നോട്ടാണ്. ഇതിന്റെ കൺവീനർ ശ്രീ പുന്നല ശ്രീകുമാർ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണ് കേരളത്തിൽ 70ഓളം വരുന്ന ഈ ജനതതി പിന്നാക്ക ജനവിഭാഗം ഒരുമിച്ച് നിൽക്കുക. നാളിതുവരെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ, രാഷ്ട്രീയ കൊടികളുടെ പേരിൽ നമ്മുടെ ഐക്യവും നമ്മുടെ ഒരുമയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ ഭിന്നിച്ച് ഭരിപ്പിക്കുന്ന, നമ്മുടെ അവകാശങ്ങൾ കൊള്ളയടിച്ച് ഭരിക്കുന്ന ആ നാളുകൾ കഴിഞ്ഞുപോയി. ഇനി രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയ കൊടികൾക്ക് പിന്നെ അണിചേരാതെ ഈ സാമുദായ ഐക്യത്തിന്റെ മുന്നേറ്റത്തിന്റെ നാളുകളാണ് ഇനി മുന്നോട്ട് വരിക. അതിൽ നമ്മൾ അണിനിരക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് നിന്ന് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത്, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ ആസന്നമാകുന്ന ഇലക്ഷനിൽ, പാർലമെന്ററി ഇലക്ഷനിൽ മാത്രമല്ല, അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ഇനി രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്നാക്ക ജനത ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ തന്നേ തീരൂ. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. അവകാശങ്ങൾ ഇനിയും ഞങ്ങൾക്ക് നിഷേധിക്കാനാവില്ല എന്ന് ഈ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഭൂമുഖത്ത് നിന്ന് ഈ നട്ടുച്ചക്ക് വെയിലേറ്റുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് മുന്നേറും. അവകാശങ്ങൾ തന്നേ തീരൂ. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ജാതി സെൻസസ് നടപ്പാക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന്. അധികാരമുണ്ട്, പക്ഷെ അത് പ്രയോജനപ്പെടുത്തുവാനുള്ള ആർജവമുള്ള ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ദൈന്യത. ഈ ഗവൺമെന്റിന് ആർജവം ഉണ്ടാകണം. എന്തുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിന് 10% സംവരണം കൊടുക്കാൻ പരമാവധി നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. കാരണം അവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആർജവമുള്ള ഒരു ഗവൺമെന്റ് പറഞ്ഞു, ഇവിടെ മുന്നോക്ക വിഭാഗത്തിന് ജാതി സംവരണം 10% കൊടുത്താൽ അത് അർഹതപ്പെട്ടവന്റെ അവകാശങ്ങൾ കൈയിട്ട് വാരുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കേണ്ട സാഹചര്യമില്ല എന്ന് ആർജവത്തോടെ പറഞ്ഞൊരു ഗവൺമെന്റ് നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനോട്, ഉദ്യോഗസ്ഥ വൃന്ദത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആർജവം നിങ്ങൾ കാണിക്കണം. മുന്നോക്ക വിഭാഗം ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന് പരമാവധി 10 കൊടുക്കാമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് മുഴുവൻ കൊടുക്കുവാൻ കാണിച്ച ആർജവത്തിന്റെ പകുതിയെങ്കിലും ഭരണഘടന നൽകുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഈ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ആർജവം കാണിക്കണമെന്ന് ഉദ്യോഗസ്ഥ വൃന്ദത്തോട്, അധികാര കേന്ദ്രത്തോട് ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാപകൽ സമരത്തിന് ഇനിയുള്ള നാളുകൾ രാഷ്ട്രീയം മറന്ന്, രാഷ്ട്രീയ അടിമത്തം വെടിഞ്ഞ്, രാഷ്ട്രീയമായ അന്ധത വെടിഞ്ഞ്, രാഷ്ട്രീയ കൊടികളെ മറന്നുകൊണ്ട് പിന്നാക്ക ജനവിഭാഗം ഒരുമിച്ചാണ് എന്ന് ACCCയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന്, ഈ അവകാശ സംരക്ഷണ സമരത്തിന് സകലവിധ അഭിവാദ്യങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് KRLCCയുടെ എല്ലാ പിന്തുണകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.